ചാലക്കുടി നഗരത്തിലിറങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന് എംഎൽഎ സനീഷ് കുമാർ ജോസഫ്. ഇന്നലെ കാടുകുറ്റി കുറുവക്കടവിൽ വളർത്തുനായയെ പുലി ആക്രമിച്ചിരുന്നു. അതിനിടെ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീണ്ടും പുലി ഇറങ്ങി എന്ന വിവരം വരുന്നു. വയനാട് ചുണ്ടലിൽ കടുവയുടെ ആക്രമണം. ചാലക്കുടിയുടെ വിവിധ മേഖലകളിൽ പുലി ഇറങ്ങിയിട്ട് 2 ആഴ്ചയായി. അതിനിടെയാണ് ഇന്നലെ രാത്രി കുറുവക്കടവ് സ്വദേശി ജനാർദ്ദന മേനോന്റെ വീട്ടിലെ വളർത്തുനായയെ പുലി കടിച്ചത്. വീട്ടുകാർ ടോർച്ചടിച്ചതോടെ നായയെ ഉപേക്ഷിച്ച് പുലി ഓടി മറഞ്ഞു. ഒച്ച കേട്ട് തുറന്നു ഇത് ജനല വന്ന് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ പട്ടി ഈ പുലി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എന്റെ വിചാരം വേറെ ഏതോ ഒരു പട്ടി വന്ന് കടിക്കണമെന്ന്. പിന്നെയും നോക്കിയപ്പോൾ പുലിയാണ്. കഴുത്തിലും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ നായ അവശ നിലയിലാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. കൂടുതൽ ഉദ്യോഗസ്ഥരെയും RRT സംഘത്തെയും എത്തിച്ച മേഖലയിലാകെ പ്രത്യേക ഡ്രൈവായി തിരച്ചിൽ നടത്തണമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്. കൂടുതൽ ഫോഴ്സിനെ ഇട്ട് ഒരേ സമയത്ത് ഇതിനെ കണ്ടതായിട്ട് സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ ഒരു മാസമായിട്ടുള്ള തിരച്ചിൽ നടത്തി ഇതിനെ പിടിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതിനിടെ ഇടുക്കി വണ്ടിപ്പെരിയാർ ST നഗർ ഭാഗത്ത് പുലി ഇറങ്ങി. ഒരാഴ്ചക്കിടെ 3ാം തവണയാണ് പ്രദേശത്ത് പുലിയെ കാണുന്നത്. രാജാക്കാട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 1000-ലധികം കോഴികൾ ചത്തു. രാജാക്കാട് സ്വദേശി നരേന്ദ്രന്റെ ഫാമിലെ കോഴികളെയാണ് കൊന്നത്. വയനാട് ചുണ്ടയിൽ ആനപ്പാറയിൽ വീണ്ടും കടുവയുടെ ആക്രമണമുണ്ടായി. ആനപ്പാറ സ്വദേശി ഈശ്വരന്റെ പശുവിനെ കടുവ ആക്രമിച്ചു. പ്രദേശത്തു നേരത്തെ 3 പശുക്കളെ കടുവ കൊന്നിരുന്നു. വനപാലകർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. വയനാട് നെന്മേനി കുന്താണിയിൽ ജനവാസ കേന്ദ്രത്തിൽ പുലി ഇറങ്ങി. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് പ്രദേശവാസികൾ പുലിയെ കണ്ടത്. തൊവരിമല എസ്റ്റേറ്റിലെ തേയിലച്ചെടികൾക്കിടയിലെ പാറയിൽ കിടക്കുന്ന നിലയിലാണ് പുലിയെ കണ്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.